അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ ADGP MR അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള വിജിലൻസ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതിയിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. കേസ് ഈ മാസം 27-ന് വീണ്ടും പരിഗണിക്കും. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയുള്ള വിജിലൻസ് റിപ്പോർട്ട് അത് സർക്കാർ അംഗീകരിക്കുകയും ചെയ്തതാണ്. അത് കോടതിയിൽ സമർപ്പിക്കാത്തതിൽ രൂക്ഷ വിമർശനം കോടതി ഉന്നയിച്ചതാണ്. ഇപ്പോൾ അത് സമർപ്പിച്ചിരിക്കുന്നു. ഇനി തുടർ നടപടികൾ എങ്ങനെയാണ്? എന്തെങ്കിലും കാര്യങ്ങൾ കോടതി വ്യക്തമാക്കുന്നുണ്ടോ? അനുജ, അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ MR അജിത് കുമാറിനെതിരെ വിജിലൻസ് നടത്തിയ റിപ്പോർട്ട് വിശദമായി പരിശോധിക്കണമെന്നുള്ളതായിരുന്നു കോടതി നിലപാട്. കഴിഞ്ഞ തവണ ഈ റിപ്പോർട്ട് സമർപ്പിക്കാത്തതിനെതിരെ കോടതി കടുപ്പിച്ചിരുന്നു, ശകാരിച്ചിരുന്നു വിജിലൻസിനെ. മാത്രവുമല്ല, അതിൽ സർക്കാരിന് മുൻപിൽ ഇരിക്കുകയാണ് റിപ്പോർട്ട് എന്ന് വിജിലൻസ് കോടതിയെ അറിയിച്ചതായിരുന്നു കോടതിയെ ചൊടിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും നിലവിലിപ്പോൾ ADGP MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ട് വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഈ മാസം 27-ന് വീണ്ടും കേസ് പരിഗണിക്കും. ഇതിന് മുന്നോടിയായിട്ടായിരിക്കും കോടതി റിപ്പോർട്ട് പരിശോധിക്കുക. റിപ്പോർട്ടിന്റെ പകർപ്പ് ഹർജിക്കാരൻ ആവശ്യപ്പെട്ടെങ്കിലും പരിശോധനയ്ക്ക് ശേഷം തീരുമാനിക്കാമെന്നാണ് കോടതി നിലപാട്. റിപ്പോർട്ടിന്മേൽ കോടതി എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളതാണ് ആകാംക്ഷ. സർക്കാർ റിപ്പോർട്ട് അംഗീകരിച്ച് ഉത്തരവിറക്കിയെങ്കിലും കോടതിക്ക് റിപ്പോർട്ടിന്മേൽ സംശയമുണ്ടെങ്കിൽ തുടരന്വേഷണത്തിന് നിർദ്ദേശം നൽകാം. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള നടപടിയിലേക്ക് കോടതി കടക്കുമോ എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമായി മാറും. അനുജ, അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ ADGP MR അജിത് കുമാറിന് കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള വിജിലൻസ് റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിച്ചത്. എന്താകും കോടതി ഇതിൽ സ്വീകരിക്കാൻ പോകുന്ന തുടർ നിലപാടെന്നതാണ് പ്രധാനപ്പെട്ടതാകാൻ പോകുന്നത്.